നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാത്സിലെ ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പലപ്പോഴും PSC പരീക്ഷയിലൊക്കെ ചോദിക്കാറുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ചോദിക്കുന്നത്. പണ്ടൊക്കെ ഇത് ഡയറക്റ്റ് ഒരു ചോദ്യമായിട്ട് തന്നെ ചോദിക്കുമായിരുന്നു. നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടതെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എത്ര പ്രാവശ്യം, ഇതായിരിക്കും ആ ഒരു ചോദ്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എത്ര പ്രാവശ്യം. ഇനി എന്തെല്ലാമാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എത്ര പ്രാവശ്യം ഒന്നിക്കും എന്നാണ് ഒന്നാമതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എന്താണ്? എതിർദിശയിൽ വരും. പിന്നെ മൂന്നാമത് കൊടുത്തിരിക്കുന്നത് 150 ഡിഗ്രി കോണളവിൽ വരും. നാലാമത് കൊടുത്തിരിക്കുന്നത് 0 ഡിഗ്രി കോണളവിൽ വരും. അപ്പോൾ ഇതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എത്ര പ്രാവശ്യം ഒന്നിക്കും എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിപ്പം നമ്മുടെ മണിക്കൂർ സൂചി ആണെങ്കിൽ അതിന് മുകളിലായിട്ട് എന്ത് വരും? നമ്മുടെ മിനിറ്റ് സൂചി വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ 12 മണി ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിനുമേൽ ഒന്നായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒന്നിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തിലെ എത്ര പ്രാവശ്യം ഇങ്ങനെ ഒന്നിക്കും എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 22 പ്രാവശ്യമാണെന്നായാലും ഓർത്തിരിക്കുക. എത്ര പ്രാവശ്യമാണ്? 22 പ്രാവശ്യമാണ്. ഇപ്പം നമ്മൾ 12 മണി മുതൽ ഇപ്പോൾ രാത്രി 12 AM എടുക്കുക. രാത്രി 12 AM മുതൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 PM വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ 11 പ്രാവശ്യമാണ് ഇങ്ങനെ ഒന്നിക്കുന്നത്. അതിൽ ഈ അവസാനത്തെ ഈ 12 PM ഒന്നിക്കുക. അത് നമ്മൾ തൊട്ടടുത്ത 12 മണിക്കൂറിലാണ് കണക്കാക്കുക. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത 12 PM മുതൽ പിറ്റേന്ന് 12 AM വരെ നമ്മൾ എടുക്കുന്ന സമയത്തും 11 വരത്തുള്ളൂ. കാരണം ഈ 12 AM എന്ന് പറയുന്നത് അടുത്ത ദിവസത്തിലേക്കാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 11 കൂടുമ്പോൾ ടോട്ടൽ എത്ര വരും? 22 എന്നാണ് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 22 എന്ന് കിട്ടുന്നത്. ഇനി അടുത്തത് എതിർദിശയിൽ വരും. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു കാര്യം പഠിക്കാം. ഇപ്പോൾ ഒന്നിനു മേൽ ഒന്നായിട്ട് വരിക എന്നല്ല പറഞ്ഞത്. ഇത് മിനിറ്റ് സൂചി, ഇത് എന്താണ്? മണിക്കൂർ സൂചി. ഒന്നിനു മേൽ ഒന്നായിട്ട് വരുന്നു. ഒന്നിനു മേൽ ഒന്നായിട്ട് വരുമ്പോൾ അവിടെ ആംഗിൾ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും, അല്ലെ? ഒന്നിനു മേൽ ഒന്നായിട്ട് വരുമ്പോൾ ആംഗിൾ എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാ അടുത്തൊരു ഉത്തരം ഇവിടെ നിന്ന് കിട്ടണം. ഈ 0 ഡിഗ്രി കോണളവിൽ വരും എന്ന് ചോദിച്ചാലും 22 ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ദിവസം നമ്മുടെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒന്നിനു മേൽ ഒന്നായിട്ട് വരുന്ന എത്ര തവണയാണെന്ന് ചോദിച്ചാലും 0 ഡിഗ്രിയിൽ വരുന്ന എത്ര തവണയാണെന്ന് ചോദിച്ചാലും 22 എന്ന് തന്നെയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത നോക്കുക, എതിർദിശയിൽ വരും എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ദിവസം ഈ പറയുന്ന മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എത്ര പ്രാവശ്യം എതിർദിശയിൽ വരും. അതായത് ഇപ്പോൾ ഇത് മിനിറ്റ് സൂചിയാണെങ്കിൽ ഇതിന്റെ നേരെ എതിർദിശയിലായിട്ട് ഈ പറയുന്ന മണിക്കൂർ സൂചി വരുന്നത് എത്ര തവണയാണെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് 22 തന്നെയാണ്. ഇങ്ങനെ എതിർദിശയിൽ വരിക എന്ന് പറയുമ്പോൾ ഇതിനിടയിലെ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കാം, ഒരു ദിവസം ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എത്ര പ്രാവശ്യം 180 ഡിഗ്രിയിൽ വരും എന്ന് പറഞ്ഞാലും 22 എന്ന് തന്നെയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മുടെ PSC ചോദിക്കാറുള്ള 4 ചോദ്യങ്ങളാണ് നമ്മളോട് ഒരുമിച്ചൊന്ന് പഠിച്ചെടുത്തത്. ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എത്ര പ്രാവശ്യം ഒന്നിക്കും, അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വരും 22 തവണ. ഒരു ദിവസം മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എത്ര പ്രാവശ്യം എതിർദിശയിൽ വരും? 22 തവണ. എത്ര പ്രാവശ്യം 180 ഡിഗ്രിയിൽ വരും? 22 തവണ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് ഒരു ദിവസം ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം നേർരേഖയിൽ വരും എന്ന് ചോദിക്കാം. നേർരേഖയിൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പം നമ്മളൊരു വര വരയ്ക്കുകയെന്ന് വിചാരിക്കാം. ഇതൊരു നേർരേഖയാണ്. ഒന്നെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒന്നിനു മേൽ ഒന്നായിട്ട് വരാം. അതല്ലെങ്കിലോ നമ്മളൊരു വര വരയ്ക്കുകയാണെങ്കിൽ ഈ പറയുന്ന മിനിറ്റ് സൂചി ഇങ്ങോട്ടും അതേപോലെ തന്നെ മണിക്കൂർ സൂചി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നേർരേഖയിൽ വരാം. ഇങ്ങനെ വരുന്ന എത്ര സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര തവണ വരും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞു 0 ഡിഗ്രിയിൽ വരിക, അല്ലെങ്കിൽ ഒന്നിനു മേൽ ഒന്നായിട്ട് വരുന്ന 22 തവണയുണ്ട്. അതുകൂടാതെ 180 ഡിഗ്രിയിൽ വരുന്ന 22 തവണയുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 44 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ഒരു ദിവസം ഈ പറയുന്ന മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും നേർരേഖയിൽ വരുന്നത് എത്ര തവണയാണെന്ന് ചോദിച്ചാൽ 44 എന്നാണ് ഉത്തരമായിട്ട് വരിക. ഇതേ 44 തന്നെയാണ് എവിടെയും വരിക? 90 ഡിഗ്രി കോണളവിൽ വരും എന്ന് പറഞ്ഞാലും വരുന്നത്. ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എത്ര തവണ 90 ഡിഗ്രി കോണളവിൽ വരും? ഉത്തരമായിട്ട് വരേണ്ടത് എത്ര തന്നെയാണ്? 44 എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട
6 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. എന്തൊക്കെയാണ്? ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും എത്ര തവണ ഒന്നിക്കും? 22 തവണ. ഇനി 0 ഡിഗ്രിയിൽ വരുമെന്ന് വെച്ചാൽ 22. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? എതിർദിശയിൽ വരുമെന്ന് വെച്ചാൽ 22. 150 ഡിഗ്രി ആണെങ്കിലും 22 തവണയാണ്. അതേപോലെ തന്നെ നേർരേഖയിൽ വരുമെന്ന് വെച്ചാലോ 44 90 ഡിഗ്രിയിൽ വരുമെന്ന് വെച്ചാലോ 44 ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ ഈ 6 ചോദ്യങ്ങളും പണ്ടൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളായിട്ടായിരിക്കും ചോദിക്കുക. ഇപ്പോൾ അതെങ്ങനെയാണ്? ഓരോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നൽകിയിട്ട് അതിലേതൊക്കെയാണ് ശരി എന്ന തരത്തിലാണ് ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഡയറക്റ്റും ചോദിക്കാം, ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ. ഇപ്പോൾ നമ്മൾ മെയിൻ എക്സാം ഒക്കെ എഴുതാൻ പോകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, മാത്സ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ASMനൊക്കെ എഴുതുന്ന സമയത്ത് ഡയറക്റ്റ് തന്നെ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഇത് നമ്മൾ അടുത്ത ഒരു ടൈപ്പിലേക്ക് വരികയാണ്. നമ്മളിനി ഇവിടെ പഠിക്കാൻ പോകുന്നത് ക്ലോക്കിലെ സമയവും പ്രതിബിംബവും എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലോക്ക്, പ്രതിബിംബം. പലപ്പോഴും PSC പരീക്ഷയിൽ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയം, നമുക്ക് ചോദ്യത്തിൽ ഒരു സമയം തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും ക്ലോക്കിലെ പ്രതിബിംബത്തിൽ എത്ര സമയമാണെന്ന് ചോദിക്കും. ചിലപ്പോൾ പ്രതിബിംബത്തിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം എത്ര എന്ന് ചോദിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. ആ ക്ലോക്ക് നമ്മൾ ഒരു കണ്ണാടിക്ക് മുമ്പിൽ വെക്കുന്നു. അപ്പോൾ ആ കണ്ണാടിക്കുള്ളിലെ ക്ലോക്ക് ഒരു സമയം കാണിക്കും. നമ്മുടെ കൈവശം ഇരിക്കുന്ന ക്ലോക്ക് വ്യത്യസ്തമായിട്ടുള്ള സമയമല്ലേ കാണിക്കുക. ഇപ്പോൾ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ ഇടതുവശം വലതുവശമായിട്ടും വലതുവശം ഇടതുവശമായിട്ടല്ലേ തോന്നുക. അതേപോലെ തന്നെ ക്ലോക്കിലെ ടൈമും നമ്മുടെ കയ്യിലിരിക്കുന്ന ക്ലോക്കിലെ ടൈമിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ കണ്ണാടിയിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം ചോദിക്കും. ചിലപ്പോൾ യഥാർത്ഥ സമയം തന്നിട്ട് കണ്ണാടിയിൽ എന്താ സമയം എന്ന് കാണിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്ലോക്കിലെ സമയം, അല്ലെങ്കിൽ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 11 മണി. 11 മണിയേക്കാൾ കുറവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ആ സമയത്തെ നമ്മൾ 11:60 കൊണ്ട് കുറയ്ക്കണം. 11:60 കൊണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്ന കാര്യം ഓർത്തിരിക്കുക. 11 മണിയേക്കാൾ കുറഞ്ഞ ഒരു സമയമാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സമയത്തെ 11:60 കൊണ്ട് കുറയ്ക്കണം. ഇനി നമുക്ക് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 11 മണിയേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 23:60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. നമുക്ക് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 11 മണിയേക്കാൾ കുറവാണെങ്കിൽ 11:60 കൊണ്ട് കുറയ്ക്കണം. 11 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ 23:60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം സമയം 7:20 ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 11 മണിക്ക് താഴെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം നമ്മൾ കുറച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറയ്ക്കുന്ന സമയം നമുക്ക് 4:40 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അതായത് സമയം 7:20 ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര. അപ്പോൾ നമ്മൾ സമയം ഇപ്പോൾ എന്താണ്? യഥാർത്ഥ ക്ലോക്കിൽ 7:20 നമ്മളൊരു കണ്ണാടിക്ക് മുമ്പിൽ കൊണ്ടുവച്ചാൽ നമുക്ക് ആ ക്ലോക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എത്ര ആയിട്ടാണ്? 4:40 കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം ഇതാണ്, സമയം 11:20 ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര. അപ്പോൾ ഇവിടെ സമയം തന്നിരിക്കുന്നത് 11:20. നമ്മൾ നോക്കുന്ന സമയത്ത് 11 മണിയേക്കാൾ കൂടുതലുള്ള ഒരു സമയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11:60 കൊണ്ടാണോ കുറയ്ക്കേണ്ടത്? മറിച്ച് 23:60 കൊണ്ട് കുറയ്ക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. ഇവിടെ നമുക്ക് 4 വരും, ഇവിടെ നമുക്ക് 2 വരും, 1. 12:40 ആയിരിക്കും എന്ത് ചെയ്യുക? ആ ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിനുണ്ടാകുന്ന സമയം എന്ന് പറയും. അപ്പോൾ നമ്മുടെ കൈവശമുള്ള ക്ലോക്കിൽ 11:20 കണ്ണാടിക്ക് മുന്നിൽ വെക്കുന്നു. അപ്പോൾ ആ കണ്ണാടിക്കുള്ളിൽ കാണിക്കുന്ന സമയം എന്ന് പറയുന്നത് 12:40 ആയിരിക്കും. അപ്പോൾ 11 മണിക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11:60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 11 മണിക്ക് കൂടുതലാണെങ്കിൽ 23:60 കൊണ്ട് കുറയ്ക്കണം. 11 മണിക്ക് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11:60 കൊണ്ടാണ് കുറയ്ക്കേണ്ടത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ സമയം 7 ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 11:20 അല്ലെങ്കിൽ 12:20 അങ്ങനെയുള്ള അതല്ല, മറിച്ച് കറക്റ്റ് 7 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് തരുന്ന സമയത്ത് സിമ്പിളായിട്ട് നമുക്ക് ആ 12 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് ഇവിടെ 5 എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് സമയം 7 ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സമയത്തിലായിരിക്കും 5 ആയിരിക്കും. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചാലും ഇവിടെ എന്ത് ചെയ്യത്തില്ല, ഉത്തരം തെറ്റത്തൊന്നുമില്ല. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ, 11:60 നിന്ന് കുറയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 4:60 കിട്ടും. അപ്പോൾ 4:60 എന്ന് പറയുമ്പോൾ എന്താണ്? 4 മണി കഴിഞ്ഞ് 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 5 മണി തന്നെയാണ്.
അതിന് പകരമായിട്ട് ഡയറക്റ്റ് 5 കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ 7 മണി 8 മണി അങ്ങനെയൊക്കെ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 12ൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് കുറച്ചാൽ മതി. അതാണ് അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഒരു ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബം സമയം 4:10 എങ്കിൽ യഥാർത്ഥ സമയം എത്രയാണ്? അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് ക്ലോക്കിലെ സമയം തന്നിട്ട് നമ്മളോട് കണ്ണാടിയിലെ സമയം എന്തെന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ നേരെ തിരിച്ച് കണ്ണാടിയിലെ സമയം തന്നിട്ട് യഥാർത്ഥ സമയം എന്താണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയും നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സമയം എത്ര നോക്കുക, സമയം 4:10 ആണ്, 11 മണിക്ക് താഴെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കുറയ്ക്കാം, 11:60 നിന്ന് 4:10 കുറച്ചാൽ മതി. നമുക്ക് ഇവിടെ കിട്ടുന്നത് 7:50 എന്ന് പറയുന്ന ഒരു ടൈമാണ് കിട്ടുക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മേഖലയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ചോദ്യത്തിൽ നോക്കുക, ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കണ്ടാൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ക്ലോക്കിലെ സമയവും കണ്ണാടിയിലെ സമയവും നമുക്ക് വ്യത്യസ്തമായിട്ടാണ് ഇത്ര നേരം കിട്ടിയത്. പക്ഷേ യഥാർത്ഥ ക്ലോക്കിലെ സമയം തന്നെ കണ്ണാടിയിലെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 4 തവണയാണ്. അതായത് ഇങ്ങനെ യഥാർത്ഥ സമയം കാണിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0 ഡിഗ്രിയിൽ വരണം. അതായത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒന്നിന് മേൽ ഒന്നായിട്ട് വരണം. അങ്ങനെയുള്ള എത്ര സാഹചര്യങ്ങളുണ്ട്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ 12 AM ആണ്, പിന്നെ ഒന്നെന്ന് പറയുന്നത് 12 PM ആണ്. അതാണ് 2 സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ വരേണ്ടത് 150 ഡിഗ്രിയിലാണ്. അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരണം. അങ്ങനെ വരുന്ന സാഹചര്യം എത്രയേ ഉള്ളൂ, രാവിലെ 6 AM ഉണ്ട്, വൈകിട്ട് 6 PM ഉണ്ട്. അങ്ങനെ ഇങ്ങനെ 4 സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ക്ലോക്കിലെ കണ്ണാടിയിലെ പ്രതിബിംബവും യഥാർത്ഥ ക്ലോക്കിലെ പ്രതിബിംബവും, അതായത് യഥാർത്ഥ ക്ലോക്കിലെ സമയവും കണ്ണാടിയിലെ സമയവും ഒരേപോലെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ കണ്ണാടിയിലെ സമയവും ക്ലോക്കിലെ സമയവും യഥാർത്ഥ ക്ലോക്കിലെ സമയവും ഒരേപോലെ വരുന്ന 4 സാഹചര്യങ്ങളേ ഉള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കണ്ടാൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? അതായത് കണ്ണാടിയിലെ പ്രതിബിംബം എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കുമെന്ന് വെച്ചാൽ ഒരു ദിവസത്തിൽ 4 തവണ. രാവിലെ 6 മണി, വൈകിട്ട് 6 മണി, ഉച്ചയ്ക്ക് 12 മണി, പിന്നെ 12 AM. ഈ സാഹചര്യത്തിൽ മാത്രമേ എന്തുള്ളൂ, ഈ പറയും പോലെ യഥാർത്ഥ സമയം കാണിക്കത്തുള്ളൂ. ഇതും എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലോക്കിലെ കോണളവ് എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ചോദ്യങ്ങളിലൂടെ വരാം. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ പരീക്ഷയിലും ഇപ്പോൾ ഈ പറയുന്ന കോണളവ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. 30H - 11/2 M എന്ന് പറയുന്ന കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഇതിൽ H എന്ന് പറയുന്നത് ഹവറിനെയാണ് സൂചിപ്പിക്കുന്നത്, M എന്ന് പറയുന്നത് മിനിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ക്ലോക്കിലെ ആംഗിൾ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ചോദ്യങ്ങളിലൂടെ പോകാം, എങ്കിൽ മാത്രമേ ഈ ഒരു ചോദ്യം നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ ചോദ്യം ഇതാണ്, സമയം 3 മണി, ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത് 3 മണിയാണ്. നമുക്കറിയാം 3 മണി എന്ന് പറയുമ്പോൾ ഈ മണിക്കൂർ സൂചി 3ന്റെ നേരെയാണ്, മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 12ന്റെ നേരെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു 90 ഡിഗ്രിയിലാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന ഈ മണിക്കൂറിലെ ആ മണിക്കൂർ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയില്ലേ, 30H - 11/2 M എന്ന് പറയുന്ന ഇക്വേഷൻ, 30H - 11/2 M എന്ന് പറയുന്ന ഇക്വേഷൻ, ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ മിനിറ്റിൻ്റെ ഭാഗത്തൊന്നും തന്നെ ഇല്ലല്ലോ, 3 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 മണി എന്ന് പറയുമ്പോൾ കറക്റ്റ് മിനിറ്റിൻ്റെ ഭാഗത്തൊന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു പോർഷൻ മാത്രം എടുത്താൽ മതി. 30 ഇൻറ്റു മണിക്കൂർ എത്ര, ഇവിടെ 3 അല്ലേ, അപ്പോൾ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഇവിടെ 3 മണി അങ്ങനെ സിമ്പിളായിട്ടില്ല, 3, 4, 5 അങ്ങനെ മാത്രമാണ് തരുന്നെങ്കിൽ, ഹവർ മാത്രമാണ് തരുന്നെങ്കിൽ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, 30 ഇൻറ്റു തന്നിരിക്കുന്ന ഹവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി അതല്ല, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ ആംഗിൾ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് ഏതൊരു ഘട്ടത്തിലും നമുക്ക് ഉത്തരം കിട്ടും.
അതായത് നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞു ഇത് 12 ഇവിടെ 3 ഇതിനിടയിൽ 1 2 ഓരോ 5 മിനിറ്റും എന്ന് പറയും, നമ്മൾ 3 മണിയാണ് സമയം. അപ്പോൾ ഓരോ 5 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 30 ഡിഗ്രി ആണെന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഓരോ 5 മിനിറ്റ് എന്ന് പറയുന്നതും എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതായത് നമുക്കറിയാം ടോട്ടൽ ഇതൊരു സർക്കിൾ അല്ലേ, സർക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ 360 ഡിഗ്രിയാണ്. 60 മിനിറ്റ് എന്ന് പറയുന്നത് 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് 1 മണിക്കൂർ അല്ലേ, 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 6 ഡിഗ്രി ആയിട്ടാണ് കിട്ടുക. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 6 ഡിഗ്രി. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറയുമ്പോഴോ 6 × 5 നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ ഒരു 30 ഉണ്ട്, പിന്നെ 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ മറ്റൊരു 30 ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 30 30 30 നമുക്ക് എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതി നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കാരണം ഈ ഒരു രീതിയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ആ ഘട്ടം നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ ഒരു രീതിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഈ ആംഗിൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇവിടെ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്, 90 ഡിഗ്രി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക, 30h - 11/2 എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. 11/2 m എന്നതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കിത് വ്യക്തമാവും. ഇത് നമ്മുടെ അടുത്ത ചോദ്യം, സമയം 7 മണി, കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 30h - 11/2 m എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ 7 മണി എന്ന് ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്, മിനിറ്റിൻ്റെ ഭാഗത്തൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? 30 × 7 ചെയ്യാൻ പറ്റും. 13 × 7 ചെയ്യണ സമയത്ത് നമുക്ക് 210 എന്നാണ് കിട്ടുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന 180-നേക്കാൾ കൂടുതലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 360-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെ നമ്മൾ ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്നത് 150. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ 180-നേക്കാൾ കൂടുതലാണ് നമുക്ക് ലഭിക്കുന്ന സമയമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ 360-ൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആംഗിളിൻ്റെ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ തന്നിരിക്കുമ്പോൾ 7 മണി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 7, 8, 9, 10, 11, 12. 7 മണി എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. അവർ സൂചി 7ൻ്റെ നേരെയായിരിക്കും, അതേപോലെ തന്നെ നമ്മുടെ മിനിറ്റ് സൂചി 12ൻ്റെ നേരെയായിരിക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ നോക്കുക, 5 മിനിറ്റ്, അപ്പോൾ ഒരു 30 വന്നു, അടുത്ത 30 വന്നു 60, അടുത്ത 30 വന്നു എത്ര വരും? 90 വരും. അടുത്ത 30 വന്നു 120, അടുത്ത 30 വന്നു 150. അപ്പോൾ ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് 7 മണി എന്ന് പറയുന്ന സമയമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 × 30 ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടുന്ന 210 ആണ്. ആ 210 വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 150-നേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ 360-ൽ നിന്ന് കുറയ്ക്കണം. ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു രീതിയിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ചിത്രം വരച്ചുകൊണ്ട് ആംഗിളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 150 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുകയും ചെയ്യും. ഇത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി ഇതേ ചോദ്യം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ അവസാനം നമ്മൾ ഈ ചെയ്യുന്ന 360 വെച്ച് കുറയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ തന്നിരിക്കുന്ന സമയമുണ്ടല്ലോ അത് 6 മണിയേക്കാൾ കൂടുതലാണോ നോക്കുക. അപ്പോൾ തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 6 മണിയേക്കാൾ കൂടുതലാണോ എന്ന് നോക്കുക. നോക്കുമ്പോൾ 7 മണി എന്താണ്? 6 മണിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 6 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 12-ൽ നിന്ന് കുറയ്ക്കണം. ഏതിന്? ഈ തന്നിരിക്കുന്ന സമയത്ത്. അപ്പോൾ 12-ൽ നിന്ന് കുറയ്ക്കണം നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും അല്ലേ. 7 കുറയ്ക്കണം 12 കുറയ്ക്കണം 12 കുറയ്ക്കണം 7 ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും. ഈ 5-നെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹവർ ഇപ്പോൾ എത്രയാണ്? 5 ആണ്. 5 × 30 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 150 എന്ന് കിട്ടും. ഇതിൽ ഏതാണോ എളുപ്പം ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഓർത്തിരിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 30h - 11/2 m എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതിൽ നമുക്കിപ്പോൾ ഒരു സമയം തരികയാണ്. ഇപ്പോൾ 4 മണി എന്ന് പറയുന്ന ഒരു സമയം തരികയാണെങ്കിൽ നമുക്കിവിടെ മിനിറ്റിൻ്റെ ഭാഗത്തൊന്നും തന്നെ ഇല്ല എങ്കിൽ നമുക്ക് 30 × 4 ചെയ്താൽ മതി. അപ്പോൾ നമുക്കവിടെ ആംഗിൾ കിട്ടും. എത്രയാണ്?
120 എന്ന് കിട്ടും. ഇത് 150 കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഒന്നും ചെയ്യേണ്ട, 120 ഡിഗ്രിയാണെന്ന് പറയാം. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന ചിത്രം വരച്ചുകൊണ്ടുള്ള മെത്തേഡിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ ഇവിടെ 12, ഇവിടെ 4 വരും. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 1, 2, 3, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, അങ്ങനെ 4 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120 കിട്ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 7 മണി എന്ന് പറയുന്ന സമയമാണെങ്കിൽ, തൊട്ട് മുമ്പത്തെ ചോദ്യം പോലെയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യും പോലെ 30 × 7 നമ്മൾ ചെയ്യുന്നു, 210 കിട്ടുന്നു. 150 കൂടുതലായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം? 360 നിന്ന് കുറയ്ക്കണം. അപ്പം നമുക്ക് 150 എന്ന് പറയുന്ന ആ ഒരു ഉത്തരം കിട്ടും. ഇനി നമുക്ക് ഈ കുറയ്ക്കുന്ന ആ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യമേ കുറയ്ക്കുക. അതായത് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 6 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ, 6 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 നിന്ന് കുറച്ചിട്ട് 12 നിന്ന് കുറയ്ക്കുക. ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ 7 മണിയാണ്. അപ്പോൾ അത് 12 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. 5 × 30 ചെയ്യുക. അതായത് 30H ചെയ്യുന്ന ആ സ്റ്റെപ്പിലേക്ക് തന്നെ പോയിട്ട് ഡയറക്റ്റ് നമുക്ക് 150 എത്താൻ പറ്റും. ഇതെല്ലാം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. 180 കൂടുതലാണെങ്കിൽ 360 നിന്ന് കുറയ്ക്കുക. ഇനി അതല്ല, നിങ്ങൾ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ കുറയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് വരാം. നമുക്ക് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 12:20. കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇതും നമുക്ക് വളരെ സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞു പോയ 30H - 11/2 m എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. എന്നാൽ ഇവിടെ ഇത്രമാത്രം ചെയ്താൽ മതി. അതായത് നമുക്ക് ഈ പറഞ്ഞ 30H എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ നമുക്കിവിടെ ആവശ്യമില്ല. ഈ ഒരു ഘട്ടത്തിൽ ഏത് ഘട്ടമാണെന്ന് വെച്ചാൽ ഈ 12 കൊണ്ട് തുടങ്ങുന്ന സമയങ്ങളുടെ കോണളവാണ് നമ്മളോട് കാണാൻ പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൽ ആ മിനിറ്റ് മാത്രം ഇങ്ങോട്ട് എടുത്താൽ മതി. മിനിറ്റ് മാത്രം ഇങ്ങോട്ട് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 11/2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 12:20 അല്ലേ? അതിൽ മിനിറ്റ് മാത്രം എടുക്കുക. 11/2 × 20 ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 110 എന്ന് കിട്ടി. 110 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? 110 ഡിഗ്രിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിലോ, നമ്മൾ ഒറ്റ മെത്തേഡേ നമ്മളവിടെ പഠിക്കത്തുള്ളൂ. കോഡ് വെച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പല പല സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ പല പല രീതി പഠിക്കും. ഇനി നമ്മൾ നോക്കുക, 12:20 നമ്മുടെ മണിക്കൂർ സൂചി 12 നേരെ. അതേപോലെ തന്നെ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് നമുക്കിവിടെ 4 നേരെ എന്ന് പറയാം. അങ്ങനെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. നോക്കുക, ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ 1, 2, 3, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി, ഇവിടെ 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ മൊത്തത്തിലായി മൊത്തം ഇപ്പോൾ ഇവിടെ 4:30 ഉണ്ട്. അപ്പോൾ 120 ഡിഗ്രി എന്ന് കിട്ടി. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കറിയാം ഈ 12:20 പോകുന്ന സമയത്ത് നമുക്കറിയാം ഈ 12 മണിയിൽ നിന്ന് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും? 1 മണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 12 മണിയുടെ നേരെയുള്ള ഈ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ശരിക്കും എവിടെയായിരിക്കും? 12നും 1നും ഇടയിലാണ്. 12നും 1നും ഇടയിലാണ്. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ നമുക്ക് കുറയ്ക്കണം. ഇത്രയും ആംഗിളാണ് യഥാർത്ഥത്തിൽ ഈ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ളത്. ആ ആംഗിൾ കുറയ്ക്കാൻ വളരെ സിമ്പിളാണ്. ഇവിടെ എത്രയാണോ മിനിറ്റ് നൽകിയിരിക്കുന്നത്, ഇപ്പോൾ 12:20 എന്ന് പറയുന്ന സമയത്ത് 20 മിനിറ്റ് നൽകിയിരിക്കുന്നത്, അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 20ന്റെ പകുതി എന്താ? 10. ആ 10 എന്ത് ചെയ്താൽ മതി? ഇപ്പം കിട്ടി ഈ 120 കുറച്ചാൽ മതി. നമുക്ക് 110 ഡിഗ്രി എന്ന് കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 110 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്താം. ഇനി അതല്ല, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ 12 മണിക്ക് മുകളിലുള്ള ഒരു സമയമാണ് തരുന്നതെങ്കിൽ, അതായത് 12 മണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ സാധാരണ ഇക്വേഷൻ വെച്ച് പോവുകയാണെങ്കിൽ ആ മിനിറ്റ് ഇങ്ങോട്ട് എടുത്തിട്ട് 11/2 കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതി നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സർക്കിൾ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പറയാം. നമ്മുടെ സമയം എന്ന് പറയുന്നത് 12:20. 12:20 നമ്മുടെ സമയം. അപ്പോൾ 12ന്റെ നേരെയും 4ന്റെ നേരെയും നമ്മൾ ആദ്യം വെക്കുന്നു. ഇനി ഇവിടെ 1, 2, 3 നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 4 ഡിവിഷൻസ് ആണുള്ളത്. ഒരു 5 മിനിറ്റ് 30 ഡിഗ്രിയാണ്. അങ്ങനെ 4 വരുമ്പോൾ 120 എന്ന് കിട്ടും. ഇനി ഈ 12 മണി എന്ന് പറയുന്ന സമയത്ത് ഈ
മണിക്കൂർ സൂചി നമുക്കറിയാം 12ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. കാരണം 12 മണിയിൽ നിന്ന് 1 മണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ നമുക്ക് കുറച്ച് കിട്ടുന്ന ഇത്രയും ആംഗിളാണ് യഥാർത്ഥത്തിൽ 12:20 ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിളാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് സിമ്പിളാണ്. നമുക്ക് തന്നിരിക്കുന്ന 12:20 എന്ന് പറയുന്ന ആ ഒരു സമയത്തിലെ മിനിറ്റ് ഇങ്ങോട്ട് എടുത്താൽ അതിൻ്റെ പകുതി എടുത്താൽ 10 എന്ന് കിട്ടും. ആ 10 നമ്മൾ എന്ത് ചെയ്യണം? ഈ 120 നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ഈ 12 തുടങ്ങുന്ന സമയമാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വെച്ച് പോവുകയാണെങ്കിൽ മിനിറ്റ് മാത്രം ഇങ്ങോട്ട് എടുക്കുക, അതിനെ 11/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. നമ്മൾ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, സമയം 12:30, കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ഇക്വേഷൻ രീതിയിലൂടെ പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ ആ മിനിറ്റിൻ്റെ ഭാഗം മാത്രം ഇങ്ങോട്ട് എടുത്താൽ മതി. 30 × 11/2 നമ്മൾ ചെയ്യുന്നു. ഇത് നമ്മൾ ചെയ്യണ സമയത്ത് ഇവിടെ 15 എന്നാണ് വരിക. അപ്പോൾ നമുക്കിവിടെ 165 കിട്ടും. 15 × 11 ചെയ്താൽ നമുക്ക് 165, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇത് നമ്മുടെ ആംഗിൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 12:30 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നേരെ വരിക. 12ന്റെ നേരെയും 6ന്റെ നേരെയുമാണ് നമ്മുടെ മിനിറ്റ് മണിക്കൂർ സൂചികൾ വരിക. ഈ ഒരു കേസിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മൾ അങ്ങനെ 5 മിനിറ്റ് പോകേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് നേർരേഖയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 180 ഡിഗ്രി ആണെന്ന് പറയാൻ പറ്റും. ഇനി നോക്കുക, നമ്മളിവിടെ 12:30 എന്ന് പറയുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 12ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും സ്ഥിതി ചെയ്യുക. യഥാർത്ഥത്തിൽ 12ന് നേരെയല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് കുറയ്ക്കണം. സിമ്പിളാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ മിനിറ്റിന്റെ പകുതി എടുക്കുക. 180നോട് മിനിറ്റിന്റെ പകുതിയായ 15 കുറച്ചാൽ കിട്ടുന്ന 165 നമ്മുടെ ഉത്തരമായിട്ട് വരിക. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് പറ്റും. അതായത് വളരെ സിമ്പിളായിട്ടുള്ള 3 കാര്യങ്ങൾ. ഇപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇക്വേഷൻ വെച്ച് പോകുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഓരോ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ മനസ്സിലാക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഒരു ടൈപ്പിലേക്ക് വരാം. നമ്മൾ അടുത്ത ചോദ്യം, സമയം 6:30, ക്ലോക്കിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ 6:30 എന്ന് പറയുന്ന സമയമാണ്. ആ ഒരു സമയത്ത് മിനിറ്റ് മണിക്കൂർ സൂചികൾക്കിടയിലെ കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്, നമ്മുടെ ക്ലോക്ക് നമ്മുടെ മനസ്സിലേക്ക് ചിന്തിക്കുക. 6:30 എന്ന് പറയുമ്പോൾ നമ്മുടെ മണിക്കൂർ സൂചിയും ഈ പറയുന്ന മിനിറ്റ് സൂചിയും ഏകദേശം 6നോട് നേരെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഇക്വേഷൻ വെച്ച് പോവുകയാണെങ്കിൽ മണിക്കൂർ മിനിറ്റ് സൂചികളെ ഒരേ സംഖ്യ സൂചിപ്പിച്ചാൽ, ഇപ്പോൾ 6:30 എന്ന് പറയുമ്പോൾ 6ന്റെ നേരെയാണ് മണിക്കൂർ സൂചി, മിനിറ്റും 6ന്റെ നേരെയാണ്. അതാണ് അവിടെ ഒരേ സംഖ്യ സൂചിപ്പിച്ചാൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോണളവ് എന്ന് പറയുന്നത് ഈ മിനിറ്റ് ഉണ്ടല്ലോ, ഈ മിനിറ്റ് അതിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് ഇപ്പം 30 എന്നതാണ് ഇവിടെ മിനിറ്റ്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ 15 ഡിഗ്രിയാണ് നമ്മുടെ കോണളവ് എന്ന് പറയുന്നത്. 15 ഡിഗ്രിയാണ് നമ്മുടെ കോണളവ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കോണിൻ്റെ മെത്തേഡിലൂടെ പോവുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കിളൊക്കെ വരച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ രീതിയിലൂടെ പോവുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റണം. ഇപ്പം നമ്മുടെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ 6:30 ആണ്. അപ്പം നമ്മുടെ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് 6ന്റെ നേരെയായിരിക്കും. അതേ സമയത്ത് നമ്മുടെ മണിക്കൂർ സൂചി എങ്ങനെയായിരിക്കും? മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 6ന്റെയും 7ന്റെയും ഇടയിലായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 6ന്റെ ഈ ഒരു ചെറിയ ഗ്യാപ്പാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. 15 ഡിഗ്രി എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്, 15 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, സെയിം ആയിട്ടുള്ള ആ ഒരു ഇതാണ് വരുന്നെങ്കിൽ, ഇപ്പോൾ 6ന്റെ നേരെ തന്നെയാണ് 6:30 എന്ന് പറഞ്ഞ് വരുമ്പോൾ, അപ്പോൾ ആ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ അടുത്ത ചോദ്യം, സമയം 7:20, കോണളവ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താം. 30h - 11/2 m എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ 30 × ഹവറിൻ്റെ സ്ഥാനത്ത് 7 ആണ്, -11/2 m, മിനിറ്റ് എത്രയാ? 20 ആണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 210 വരും, -11/2 ഇവിടെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 10 വരും, 110 വരും. ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക്
100 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 100 ഡിഗ്രിയാണ് ഇവിടെ നമ്മുടെ ഉത്തരം. ഇനി നമ്മൾ ആ സർക്കിൾ വരച്ചിട്ടുള്ള ആ ഒരു മെത്തേഡിലൂടെ പോവുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 7:20 അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി 7ൻ്റെ നേരെയും മിനിറ്റ് സൂചി 4ൻ്റെ നേരെയുമായിരിക്കും. അങ്ങനെ ആദ്യം എടുക്കുക. ഇതിനിടയിൽ 5 ഉണ്ട്, 6 ഉണ്ട്. ഇനി ഓരോ 5 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1, 2, 3. അപ്പോൾ ഇവിടെ എത്ര വന്നു? 90 ഡിഗ്രി എന്ന് കിട്ടി അല്ലേ? 3 5 മിനിറ്റ് നമുക്ക് കിട്ടി. 3 × 30 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കുക, 7:20 എന്ന് പറയുന്ന സമയത്തിൽ നമ്മുടെ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് 7ൻ്റെയും 8ൻ്റെയും ഇടയിലായിരിക്കില്ലേ? യഥാർത്ഥത്തിൽ 7ൻ്റെയും 8ൻ്റെയും ഇടയിലാണ്. അതായത് ഈ ഒരു ചെറിയ ഗ്യാപ്പും കൂടി എന്ത് ചെയ്യണം? നമുക്കിപ്പോൾ കിട്ടിയതിൽ നിന്ന് എന്ത് ചെയ്യണം? കിട്ടിയതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. അതായത് ഇത്രയുമാണ് യഥാർത്ഥത്തിൽ 7:20 എന്ന് പറയുന്ന സമയത്തിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ഗ്യാപ്പ് കിട്ടാൻ വളരെ സിമ്പിളാണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് വരിക. ഇവിടെ മിനിറ്റ് എത്രയാണ്? 20. 20ൻ്റെ പകുതി എടുക്കുക 10. ആ 10 എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ ആ 90നോട് കൂട്ടിയാൽ മതി. അപ്പം നമുക്ക് എന്ത് തന്നെ കിട്ടും? 100 തന്നെ കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത് നമ്മളൊരു ലോജിക്കിലൂടെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഈ 3 കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ ഒരു സർക്കിൾ വരച്ചിട്ടുള്ള മെത്തേഡിലൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഇക്വേഷൻ വെച്ച് പോകുമ്പോൾ നമ്മൾ പല ടൈപ്പിലും പല രീതിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അത് അറിയാമെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തും. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്തൊരു ടൈപ്പിലേക്ക് വരാം. നമ്മൾ അടുത്ത ചോദ്യം സമയം 6:10 കോണളവ് എത്ര? നമ്മളിപ്പോൾ ചെയ്ത അതേ ചോദ്യം തന്നെയാണ്. നോക്കുക, 30h - 11/2 m ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ 30h എന്ന് പറയുമ്പോൾ 30 × hൻ്റെ സ്ഥാനത്ത് 6 വരും. 11/2 m-ൻ്റെ സ്ഥാനത്ത് നമുക്ക് 10 എന്ന് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ 150 വരും. ഇത് നമുക്ക് വെട്ടാം 55 വരും. അപ്പോൾ ഇവിടെ 150 കുറയ്ക്കണം 55 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ 5 വരും. ഇവിടെ നമ്മൾ 7ൽ നിന്ന് 5 പോയാൽ 2 വരും. 125 ഡിഗ്രി എന്നാണ് വരിക. 125 ഡിഗ്രി. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ആ സർക്കിൾ വരച്ചുള്ള മെത്തേഡിലൂടെയും കൂടെ ഒന്ന് പോകാം. അപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത് 6:10 അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി 6ൻ്റെ നേരെ, അതുപോലെ തന്നെ 2ൻ്റെ നേരെയാണ് നമ്മുടെ മിനിറ്റ് സൂചി സ്ഥിതി ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 4 വരും, 5 വരും, ഇവിടെ ഒരു 30, ഇവിടെ അടുത്ത 30, ഇവിടെ അടുത്ത, അങ്ങനെ മൊത്തത്തിൽ 30 ഉണ്ട്. 4 30, 1 2 3 4. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? 120 കിട്ടി. 120 കിട്ടി. ഇനി ഈ 6:10 എന്ന് പറയുന്ന സമയത്ത് ഈ മണിക്കൂർ സൂചി 6ൻ്റെയും 7ൻ്റെയും ഇടയിലായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ ഗ്യാപ്പും കൂടെ നമ്മൾ കൂട്ടണം. ഇതാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഇത്. ഈ ചെറുതെന്ന് പറയുന്നത് ആ മിനിറ്റിൻ്റെ പകുതിയാണ്. നമ്മളിപ്പോൾ 6:10 എന്നാണ് പറഞ്ഞത്. ഈ 10ൻ്റെ പകുതി എടുത്താൽ നമുക്ക് 5 എന്ന് കിട്ടും. ആ 5 എന്ത് ചെയ്യണം? ഇവിടെ കിട്ടിയ 120 ആ 120 കൂട്ടണം. അപ്പം നമുക്ക് 125 തന്നെയാണ് കിട്ടുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ആംഗിൾ വെച്ചിട്ട് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ടാണ് എളുപ്പമെങ്കിൽ ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അടുത്ത് നടന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ടൈപ്പ്, സെക്രട്ടേറിയറ്റ് OAയ്ക്കല്ല, നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ച ഒരു ടൈപ്പാണ്. അത് നമ്മുടെ LDക്കും എപ്പോഴും ചോദിക്കാറുള്ളതാണ്, പണ്ട് മുതലേ ചോദിക്കാറുള്ളതാണ്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഇനി ഏത് ചോദ്യം ഈ ഒരു മോഡൽ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. നോക്കുക, ഒരു ക്ലോക്ക് 5 മണി അടിക്കാൻ 8 സെക്കൻഡ് സമയം എടുത്തുവെങ്കിൽ 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണമെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ചോദ്യം ഏത് വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നോക്കുക, ഇവിടെ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 5 മണി അടിക്കാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഇടവേളയുണ്ടെന്ന് ചോദിക്കാം. ഇപ്പോൾ 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണിയുണ്ട്. 5 മണി. അപ്പോൾ ഇവിടെ നോക്കുക, 1 ഇടവേള, 2 ഇടവേള, 3 ഇടവേള, 4ാമത്തെ ഇടവേള കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? 5 മണി അടിച്ചു. അപ്പോൾ ഇവിടെ 5 മണി അടിക്കാനായിട്ട് എത്ര ഇടവേളയുണ്ടെന്ന് നോക്കാം. 1 ഇടവേള, 2 ഇടവേള, 3 ഇടവേള, 4 ഇടവേള. അതായത് 5 മണി, 5നോട് 1 കുറച്ചു 4. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? 4 ഇടവേളയ്ക്കാണ് എത്ര എടുത്തത്? 8 സെക്കൻഡ് എടുത്തത്. പറഞ്ഞാൽ മനസ്സിലായോ? 4 ഇടവേളയ്ക്കാണ് എന്ത് എടുത്തിരിക്കുന്നത്? 8 സെക്കൻഡ്. അപ്പോൾ 1 ഇടവേളയ്ക്ക് എത്ര എടുക്കും? 8/4 2 സെക്കൻഡ്. അതായത് 1 മണി അടിച്ച് അടുത്ത മണി അടിക്കാൻ 2 സെക്കൻഡ്. മനസ്സിലായോ? 1 മണി അടിച്ച് അടുത്ത മണി അടിക്കാൻ 2 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 9 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എന്നാണ് ചോദിച്ചത്? 9 മണി അടിക്കാൻ.
അപ്പോൾ 9 മണി എന്ന് പറയുമ്പോൾ എത്ര ഇടവേളയുണ്ടെന്ന് നോക്കുക. 9 മണി എന്ന് പറയുമ്പോൾ 1 മണി 2 മണി 3 മണി 4 മണി 5 മണി 6 മണി 7 മണി 8 മണി 9 മണി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും 1 2 3 4 5 6 7 8 ഇടവേളയാണ് ഉള്ളത്. തന്നിരിക്കുന്ന മണി എന്താണോ അതിനോട് 1 കുറച്ചാൽ ഇടവേള കിട്ടും. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് 2 സെക്കൻഡ് ഇവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ 8 ഇടവേളയ്ക്ക് എത്ര സെക്കൻഡ് ആണോ? 8 × 2 16 സെക്കൻഡ്. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? 16 സെക്കൻഡ് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്കൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഇടവേളകൾ മനസ്സിലാക്കുക. ഇടവേള മനസ്സിലാക്കാൻ സിമ്പിളാണ്. നിങ്ങൾ ഇങ്ങനെ വരച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. തന്നിരിക്കുന്ന സമയം എന്താണോ നോക്കുക. തന്നിരിക്കുന്ന സമയം 5, 5നോട് 1 കുറയ്ക്കുക 4 ഇടവേളയ്ക്കാണ് ഈ പറയുന്ന 8 സെക്കൻഡ് എന്ന് പറയാം. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് എത്രയാണ്? 2 സെക്കൻഡ്. ഇനി 9 മണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര ഇടവേള എന്ന് നോക്കാം. 1 കുറയ്ക്കുക, അപ്പോൾ 8. അങ്ങനെയാണെങ്കിൽ 8 ഇടവേള. അപ്പോൾ ടോട്ടൽ എത്ര സെക്കൻഡാ? 8 × 2 16 സെക്കൻഡ്. നമ്മുടെ ഉത്തരം കിട്ടി. എന്താണ്? 16 സെക്കൻഡ് എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ട. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഒരു ക്ലോക്ക് 7 മണി അടിക്കാൻ 24 സെക്കൻഡ് എടുക്കും എങ്കിൽ 10 മണി അടിക്കാൻ എത്ര സെക്കൻഡ് എടുക്കുമെന്നാണ് ചോദ്യം. അപ്പോൾ 7 മണി അടിക്കാനായിട്ട് 24 സെക്കൻഡാണ്. 10 മണി അടിക്കാനായിട്ട് എത്ര സെക്കൻഡ് എടുക്കുമെന്നാണ് നമ്മുടെ ചോദ്യം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഇടവേളകൾ കണ്ടുപിടിക്കുക. 7നോട് 1 കുറയ്ക്കുക. 7നോട് 1 കുറച്ചാൽ നമുക്ക് 6 കിട്ടും. 6 ഇടവേളയ്ക്കാണ് 24 സെക്കൻഡ്. ഒരു ഇടവേളയ്ക്ക് അപ്പോൾ 24/6 ചെയ്താൽ കിട്ടുന്ന 4 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ 10 മണിയുടെ കേസിലേക്ക് വരിക. അതാണ് കണ്ടുപിടിക്കേണ്ടത്. 10 മണി അടിക്കാൻ എത്ര ഇടവേള എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും 1 കുറയ്ക്കുക. അപ്പോൾ 9 ഇടവേളയുണ്ട്. ഒരു ഇടവേളയ്ക്ക് 4 9 ഇടവേളയ്ക്ക് 9 × 4 36 സെക്കൻഡ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഇടവേള എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 7 മണിയുടെ കേസിലേക്ക് വരുമ്പോൾ 1 മണി 2 മണി 3 മണി 4 മണി 5 മണി 6 മണി 7 മണി ഒരു ഇടവേള. അപ്പോൾ ഈ ഒരു മണി അടിച്ച് ഈ ഇടവേള കഴിഞ്ഞ് അടുത്ത മണി, അടുത്ത ഇടവേള കഴിഞ്ഞ് അടുത്ത മണി, അടുത്ത ഇടവേള കഴിഞ്ഞ് അടുത്ത മണി. അങ്ങനെ എത്ര ഇടവേളയുണ്ട് ഇവിടെ? 7 മണി അടിക്കാൻ 6 ഇടവേളയാണ് ഉള്ളത്. ആ 6 ഇടവേള ഇത് മൊത്തം അടിക്കാനാണ് എന്ത് 24 സെക്കൻഡ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ മണി അടിച്ച് 7ാമത്തെ മണി അടിക്കാൻ എടുക്കുന്ന സമയം 24 സെക്കൻഡ്. അതിനിടയിൽ എത്ര ഇടവേളയുണ്ട്? 6 ഇടവേളയുണ്ട്. അപ്പോൾ ഒരു ഇടവേള ഈ ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ സെക്കൻഡാണ് നമ്മൾ കണ്ടുപിടിച്ചത് 24/6 എന്ന്. അപ്പോൾ നമുക്കവിടെ എത്ര കിട്ടി? 4 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിന് 4 സെക്കൻഡ്. അങ്ങനെ 4 സെക്കൻഡുള്ള 6 ഇടവേളകൾ ചേരുമ്പോൾ 7ാമത്തെ മണി അടിക്കും. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 മണി അടിക്കാൻ എത്ര ഇടവേളയുണ്ട്, അതായത് 10 മണി അടിക്കാൻ എത്ര ഇടവേളയുണ്ടെന്ന് കിട്ടും. സിമ്പിളാണ്. 10നോട് 1 കുറയ്ക്കുക 9 × 4 ചെയ്താൽ 36. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലോക്ക് 6 മണി അടിക്കാൻ 10 സെക്കൻഡ് എടുക്കും എങ്കിൽ 11 മണി അടിക്കാൻ എത്ര സെക്കൻഡ് വേണം? അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്ക്. 6 മണി എന്ന് പറയുമ്പോൾ എത്ര ഇടവേളയാണോ? 1 കുറയ്ക്കുക. 5 ഇടവേളയ്ക്കാണ് 10 സെക്കൻഡ്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് എത്രയാ? 2 സെക്കൻഡ്. 11 മണി അടിക്കാൻ എന്നല്ലേ ചോദിച്ചത്. 11 മണി അടിക്കാൻ എത്ര ഇടവേളയാണോ? 1 കുറയ്ക്കുക. 10 ഇടവേള. 10 × ഇവിടെ എത്രയാ ഒരു ഇടവേളയുടെ സെക്കൻഡ്? 2 × 2 20 സെക്കൻഡ്. മനസ്സിലായില്ലേ? 3 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പത്തെ 2 ചോദ്യങ്ങൾ ഒന്നും കൂടി എടുത്ത് നോക്കുക. മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നത്. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാം. ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് ഇക്വേഷൻസ് നമുക്ക് ഓർമ്മയുണ്ടാവണമെന്നില്ല. കാരണം നമ്മൾ കുറേ ഇക്വേഷൻസ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസ് ഒക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെപ്പോഴും ഇത് മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പിന്നെ മറക്കില്ല. ഈ ഒരു 3 ചോദ്യം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരം കിട്ടും. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.